പ്രൈസ് കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ചെറിയ കാര്യം പറയാനാണ് ഞാൻ വന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, കർത്താവ് യേശു തൻ്റെ ശിഷ്യന്മാരെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. അവർ ചോദിച്ചു, ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അപ്പോൾ യേശു ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. വളരെ മനോഹരമായ, വളരെ അനുഗ്രഹീതമായ ഒരു ഷോർട്ട് പ്രയർ. അതിങ്ങനെയാണ്: സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളതാകുമല്ലോ. ആമേൻ. വളരെ മനോഹരമാണ്, അനുഗ്രഹമാണ്. അനുദിന ജീവിതത്തിൽ ഞാനും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. വളരെ മനോഹരമായൊരു പ്രാർത്ഥന. എന്നാൽ അതിനകത്ത് യേശു പറഞ്ഞൊരു സെൻറ്റൻസ് അതിപ്രധാനമായിരിക്കുന്നൊരു കാര്യമാണ്: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ കർത്താവോട് ഉദ്ദേശിച്ചെന്താണെന്നറിയാമോ? ഞാൻ ആരോടും പിണങ്ങിയോ കയ്പായോ ഇരിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം എനിക്ക് ആരോടെങ്കിലും കയ്പുണ്ടെങ്കിൽ, എനിക്ക് ആരോടെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, ഞാൻ അവരോട് ക്ഷമിച്ചു കർത്താവേ. അല്ലെങ്കിൽ എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും ഞാൻ അവരോട് ക്ഷമിച്ചു കർത്താവേ. എന്നിട്ട് പറയുകയാണ്, എന്നോടും ക്ഷമിക്കണമേ. ഞാൻ അവരോട് ക്ഷമിച്ചു കഴിഞ്ഞു. എനിക്കിനി ആരോടും പകയില്ല, എനിക്ക് ആരോടും വിഷമമില്ല. ഞാൻ അവരോട് ക്ഷമിച്ചു. അതുകൊണ്ട് അങ്ങ് എന്നോടും ക്ഷമിക്കണമേ. എത്ര മനോഹരമായൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? എത്ര മനോഹരമായൊരു പ്രാർത്ഥന. ഈ അർത്ഥം ഉൾക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.